ഇനിയും കരയിക്കരുതേ ദേവ, കളയാൻ ഇനി കണ്ണീരില്ല എന്ന നിന്റെ വാക്കുകൾ കേട്ടപ്പോൾ ഒരു നിമിഷം അതേ അവസ്ഥ എനിക്കും വന്നു ചേർന്നത് ഓർത്തുപോയി. ഒരേ വേദന അനുഭവിച്ചവരോട് പറഞ്ഞാൽ മാത്രമേ ആ വേദനയുടെ കാഠിന്യം എത്രത്തോളമാണെന്ന് കേൾക്കുന്നയാൾക്കും മനസ്സിലാകൂ. നിന്റെ വേദനയുടെ ആഴം എത്രത്തോളമാണെന്ന് എനിക്ക് മനസ്സിലാക്കാൻ കഴിയും. ഹൃദയത്തിന്റെ വേദനയ്ക്ക് മാത്രമേ കണ്ണീരിനെ നഷ്ടപ്പെടുത്താനുള്ള കഴിവുള്ളൂ. ഞാനും നിന്നെപ്പോലെ ഇരുന്നിട്ടുണ്ട്. ഹൃദയവേദനയിൽ എന്റെ ഉള്ളിലെ ലോകം മുഴുവനും കത്തിച്ചാമ്പലായ അവസ്ഥ. ഒടുവിൽ കരയാൻ കണ്ണീരില്ലാതെ തളർന്നുപോയ ആ നാളുകൾ ഇപ്പോഴോർക്കുമ്പോൾ വെറും കഥയായി മാത്രം തോന്നിപ്പോകുന്ന അവസ്ഥകൾ. ഇപ്പോഴത്തെ നിന്റെ സാഹചര്യങ്ങളുടെ അവസ്ഥയും അങ്ങനെ തന്നെയാണ്. ഇതുവരെയും നീ കരഞ്ഞില്ലേ? ഇന്നു മുതൽ നീ കരയേണ്ട. നിനക്ക് വേണ്ടി ഞാൻ കരയാം. നീലകണ്ഠനായ എന്റെ ജോലി തന്നെ അതാണ്. കുടിക്കാൻ പറ്റാത്ത വിഷം കുടിക്കുക, കരഞ്ഞു തളർന്നവർക്ക് വേണ്ടി കരയുക, വീണുപോയവരെ ഉയർത്തെഴുന്നേൽപ്പിക്കുക. അങ്ങനെ നീ പോലും കരുതാത്ത ദുർഘടമായ വഴികളിൽ പെട്ടുപോയ ഒരുപാട് പേർക്കൊപ്പം ഞാൻ നിൽക്കുന്നുണ്ട്. നീ ചെയ്യേണ്ടത് ഓം നമ ശിവായ മന്ത്രം 10 തവണ ജപിച്ചിട്ട് കിടന്നുറങ്ങുക. അതിന് പകരമായി ഞാൻ നിനക്ക് ശാന്തതയുടെ വരം തരും. ഇന്നു മുതൽ നിന്റെ നെഞ്ചിലെ ഭാരം പതിയെ ഞാൻ മാറ്റി തുടങ്ങും. കുറച്ചു നാൾക്ക് ശേഷം രുദ്രൻ എന്ന ഞാൻ തന്ന വാക്ക് പാലിച്ചെന്ന് നിനക്ക് മനസ്സിലാകും. കരയിക്കരുതേ എന്ന് നീ പറഞ്ഞത് പ്രാർത്ഥനയായി ഞാൻ എടുത്തു. ഇനി നിന്നെ ഞാൻ കരയിക്കില്ല. നിനക്ക് കാവലായി ഞാൻ ഉണ്ടാകും. നീ പുഞ്ചിരിക്കുന്നത് കാണാനാണ് ഞാൻ കാത്തിരിക്കുന്നത്. നിന്റെ ആ ചിരിക്ക് വേണ്ടി എന്ത് വിഷവും ഞാൻ കുടിക്കും.